രസമുള്ള ബിസ്ക്കറ്റാ. 5 ഉറുപ്പ്യ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ലാഭമാവുക? ഹലോ മുത്തുമണികളെ, അപ്പോൾ നമ്മളെ മക്കളെല്ലാവരും കൂടിയിട്ട് വെക്കേഷനൊക്കെ അല്ലേ, ചെറിയൊരു കട എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു മിഠായിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത് രസകരമായ നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ കുറച്ച് താഴെ തന്നെയാണ് അവർ റോഡിൻ്റെ സൈഡിലായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം കുറച്ചൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ അവർ ഇരുന്ന് തിന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, മിഠായികൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്താ പരിപാടി? തിന്ന് തീർക്കുകയാണോ അല്ലേ വല്ലതും നടക്കുന്നുണ്ടോ കച്ചവടം? എന്തൊക്കെ മിഠായി ഉള്ളത് നോക്കട്ടെ. ഓ, ഇതിനൊക്കെ എന്താ വില? ഇതൊക്കെ 5 ബൂസ്റ്റിന് 5. ചെറിയ വിലയുള്ളൂ. ചെറിയ വിലയുള്ളൂ. 5 കടലമിഠായി 5 20. സാധനം കണ്ടില്ലേ? ഓ, പിന്നെ കളറ് കണ്ടില്ലേ? പിന്നെ നമ്മളെ ഇതിന്റെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ? അതിനൊക്കെ എന്താ പൈസ? 20 ഉറുപ്പ്യ ഉള്ളൂ. 15 ഉറുപ്പ്യക്ക് തരുമോ? ഇല്ല. എന്താ 15 ഉറുപ്പ്യക്ക് തന്നൂടെ? ഇല്ല, തരാൻ പറ്റൂല. അതെന്താണ് അങ്ങനെ? നിങ്ങളോടി അതങ്ങനെ ആണല്ലോ. പിന്നെ 5 തീന 20. ഇതാ 500 ഉറുപ്പ്യ. പിന്നെ ബിസ്ക്കറ്റിന് 5. ബിസ്ക്കറ്റിന് 5. രസമുള്ള ബിസ്ക്കറ്റാ. 5 ഉറുപ്പ്യ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ലാഭമാവുക? ഇത് പിന്നെ എല്ലാവരും വാങ്ങുന്ന സാധനം തന്നെ അല്ലേ, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. പിന്നെ ഓറഞ്ച് എങ്ങനെയുണ്ട്? അതിനൊക്കെ 5. അതിനൊക്കെ 5. തൂക്കിയിട്ടിട്ടുണ്ടല്ലോ ജംസോ. ഇതിനെത്ര? 2 ഉറുപ്പ്യ? 10 ഉറുപ്പ്യ. 10 ഉറുപ്പ്യ. നമ്മളൊക്കെ ആദ്യമൊക്കെ ഇറ്റാൽ 2 ഉറുപ്പ്യക്ക് ഇതിലും കൂടുതൽ കിട്ടി. എന്താണ് ഇപ്പോൾ വില? ദീനോ? ഇതിന് 5. 10. അതിനും 10 തന്നെ. ഇതിനോ? പച്ചപ്പട്ടാണിക്ക്? അതിനും 10. അതിനും 10 തന്നെ. 5 ഉറുപ്പ്യൻ്റെ 10 ഉറുപ്പ്യൻ്റെ തന്നെ ഉള്ളൂ. 10 ഉറുപ്പ്യ 50 സെന്റ് ഒന്നും ഇല്ല. ചെറിയ വില 50 സെന്റ് 25 സെന്റ് ഒന്നും ഇല്ലേ? അതെന്താ അങ്ങനെ? 1 ഉറുപ്പ്യൻ്റെ 50 സെന്റൊക്കെ നിങ്ങൾ കൊണ്ടുപോയി വെക്കണ്ടേ? എന്നാലല്ലേ കച്ചവടം നടക്കൂ. കൊറേ പൈസ കിട്ടിയോ? 20 40 ഉറുപ്പ്യ കിട്ടി. പിന്നെ 10 കിട്ടിക്കുന്നു. ആണോ? 100 ഉറുപ്പ്യ ഞാൻ തരൂ. 100 ഉറുപ്പ്യ ഞാൻ തന്നിട്ട് ദീറ്റാൽ 5 ഉറുപ്പ്യൻ്റെ 7 എണ്ണം വാങ്ങും. ബാക്കി എത്ര ഉറുപ്പ്യ നിങ്ങൾ എനിക്ക് തരൂ? 7 വാങ്ങും. 25 30 35. എത്ര ഉറുപ്പ്യ ഉണ്ടാവും 7 എണ്ണത്തിന്? 50. 7 എണ്ണം എനിക്ക് വേണം. ഞാൻ 100 ഉറുപ്പ്യ എൻ്റെ കയ്യിലുള്ള ബാക്കി ഇങ്ങോട്ട് തരാണ്ട്. നിങ്ങൾ എത്ര ഉറുപ്പ്യ ഉണ്ട്? 35 40 45 50 75. ഇങ്ങനെ പോയാൽ നിങ്ങളെ കച്ചവടം ഇവിടെ എത്തു? പിന്നെ 30 35. 7 എണ്ണാണ് ഞാൻ വാങ്ങാന്ന് പറഞ്ഞത്. 7 എണ്ണം വാങ്ങാന്നാണ് പറഞ്ഞത്. 50 ഉറുപ്പ്യ ബാക്കി തരൂ.
എണ്ണത്തിന് എത്ര ഉറുപ്പ്യാവേം പറയും. എണ്ണത്തിന് എത്ര ഉറുപ്പ്യാണെന്ന്, എന്നിട്ടാണെങ്കിൽ വേണോ വേണ്ടേ നോക്കാൻ. എണ്ണത്തിന് എത്ര ഉറുപ്പ്യാണ് മുട്ടായിക്ക്? 5 ഉറുപ്പ്യൻ്റെ മുട്ടായിക്ക് എത്ര ഉറുപ്പ്യ? 10, 15, 20, 25, 30, 35. അപ്പം എങ്ങനെ കിട്ടി? ഇതിപ്പോ ഞാൻ അപ്പം 5 എണ്ണത്തിന് എത്ര ഉറുപ്പ്യ? 35. അപ്പം ഇങ്ങനൊക്കെ ആരെങ്കിലും ചോദിക്കാൻ നിൽക്കുക നിങ്ങളോട്? നിങ്ങൾ വല്ലാത്ത കച്ചവടക്കാരാണല്ലോ. അതൊക്കെ അങ്ങനെ മോശമായിട്ട് പോവും. അതൊക്കെ നമ്മൾ പറഞ്ഞെടുക്കൂ എങ്ങനെയെങ്കിലും. ഞാനിതാ ഇവിടുന്ന് എന്തായാലും എണ്ണം നോക്കിയപ്പോൾ വേണ്ട, ഞാനൊരു മൈസൂർ പാക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. 2 എടുത്തോളി, 10 ഉറുപ്പ്യ. പിന്നെ എന്താ തീറ്റ ഒരു മുട്ടായി തരി, നല്ല മുട്ടായി തന്നാളി. എടുത്തോളി. ഇപ്പം ഞാൻ എത്ര നിങ്ങൾക്ക് തരണോ? 5 ഉറുപ്പ്യല്ലേ? 10 ഉറുപ്പ്യ. അതെങ്ങനെ 5 അല്ലേ തരണ്ടേ? 10. അതെങ്ങനെ പറ്റിക്കാൻ നടക്കൂലല്ലേ? ഞാൻ വിചാരിച്ചു എന്നാലും നിങ്ങളെ പറ്റിക്കാൻ നടക്കും. നിങ്ങൾക്ക് നേരത്തെ ചോദിച്ചപ്പോൾ കണക്കൊന്നും അറിയില്ലേയും. ഇതെന്നാലും 10 ഉറുപ്പ്യ. എന്നാൽ പിന്നെ കച്ചവടം ഉഷാറായി നടക്കട്ടെ, കച്ചവടം ഉഷാറായി നടക്കട്ടെ എന്നാലും കേട്ടോ.